നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ടെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞ കാര്യമാണിത്. പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ ചങ്കൂറ്റവും നട്ടെല്ലുമില്ലാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി. ഇത്രമാത്രം ആത്മാർത്ഥതയില്ലാത്ത, സത്യസന്ധനല്ലാത്ത ഒരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടുണ്ടാവില്ല എന്നും സുധാകരൻ പറഞ്ഞു. PR ഏജൻസി വേണ്ടെന്നല്ല, ഞാൻ നിങ്ങളെപ്പോലെ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ്. PR ഏജൻസിയുമില്ല എനിക്ക് എന്ന് പറഞ്ഞ മനുഷ്യനാണ്. ഇപ്പം വരുന്ന PR ഏജൻസി ഉണ്ട് എന്നാണ്. പക്ഷെ ഞങ്ങൾക്കൊക്കെ കിട്ടിയ വിവരം PR ഏജൻസി അദ്ദേഹത്തിനില്ല. ഇത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. അതൊരു യാതൊരു തർക്കവുമില്ല. അത് മറ്റാരുടെയും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് മനസ്സിൻ്റെ സംഘർഷം കൊണ്ടാണ്. അത് ഏറ്റെടുക്കാനില്ല, തൻ്റെ ഇടമില്ലാത്തതുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ പോലത്തെ ഒരാൾ മലപ്പുറം ജില്ലയിലെ സാഹചര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ പറയുന്നതിനൊരു ആധികാരികതയുണ്ട്. ആളുകൾ നാളെ വിമർശിക്കുമ്പോൾ അത് മാറ്റി പറയലല്ല ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം. തൻ്റെ നട്ടെല്ല് വേണം, തൻ്റെ ഇടം വേണം. അതില്ലാത്തൊരു മുഖ്യമന്ത്രിയായിപ്പോയി നമ്മുടെ പിണറായി എന്ന കാര്യത്തിൽ നമുക്ക് ദുഃഖിക്കാം. ഇപ്പം ഇത് നടത്തിയിട്ട് വേണം അദ്ദേഹത്തിനെതിരെ ആരോപണം കിട്ടാൻ. നിരന്തരം ഒരു സഞ്ചി കൊള്ളാവുന്ന ആരോപണങ്ങളുണ്ട് അദ്ദേഹത്തിനെതിരായിട്ട്. നമുക്ക് ഇത് വേണോ പറയാൻ? മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് പറഞ്ഞത് മാത്രം വർഗീയമാക്കി എന്ന് പറയേണ്ടതല്ലാതെ വേറെ എന്തൊക്കെ കിടക്കുന്നു? അദ്ദേഹം ഈ മുഖ്യമന്ത്രിയായിരുന്ന വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ കറപ്ഷൻ, ആ കറപ്ഷൻ്റെ അകത്തുള്ള ഓരോ ഘടകം അതൊന്നും കേന്ദ്ര ഏജൻസി അന്വേഷിക്കാതെ ഇദ്ദേഹത്തെ സ്വതന്ത്രമായി വിട്ടത് അതിലൊരു അഭിഹിത ബന്ധത്തിന്റെ ഭാഗമല്ലേ? ശശീനെ വെച്ചതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അദ്ദേഹം ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്നാണ് പറഞ്ഞത്. ആരാ ശശി? കണ്ണൂരിലെ ജനങ്ങൾക്ക് ശശീനെ അറിയില്ലേ? ശശീനെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടില്ലേ CPM? എന്തിനാ സസ്പെൻഡ് ചെയ്തത്? 2 വീട്ടിൽ കയറി അവിടുത്തെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിന് പരാതി കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് പാർട്ടിയിൽ നിന്ന്. മാസങ്ങളോളം പിന്നെ പാർട്ടിയിൽ ഇല്ലായിട്ടില്ല. അദ്ദേഹം വക്കീൽ പണിയെടുത്ത് പോകുമായിരുന്നു തലശ്ശേരിയിൽ. അദ്ദേഹത്തെ പിടിച്ചിട്ട് ഇപ്പൊ ആക്കിയത് അൻവർ പറഞ്ഞത് ആ ആഫീസിൽ വരുന്ന സ്ത്രീകളോട് അശ്ലീലം സംസാരിക്കുന്നു, ഫോൺ നമ്പർ വാങ്ങുന്നു, രാത്രി ഫോണിൽ വിളിക്കുന്നു, പലരും പരാതി പറയുന്നു എന്ന് പറയുന്നത് ഞാനിപ്പം കാണാണ്ടും അറിയാണ്ടും ഞാൻ പറയുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് സത്യമാണ് എന്ന് എനിക്ക് 100 തവണ പറയാൻ എനിക്ക് മനസ്സുണ്ട്. നേരത്തെ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയായ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെയും അച്യുതൻ മേനോൻ, അച്യുതാനന്ദൻ എന്നിവരെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ പറയുന്നത് അദ്ദേഹം എന്തോ ഒരു ഭീകരജീവിയായിട്ടല്ല, കോടികൾ ഉണ്ടാക്കുക മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നും സുധാകരൻ പറഞ്ഞു. ശശിയെക്കുറിച്ച് അൻവർ പറഞ്ഞ ആരോപണങ്ങൾ ശരിയാണ്. കണ്ണൂരുകാർക്ക് ശശിയെ അറിയാം. ശശിയെ എന്തിനാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്? 2 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിനാണ് ശശിയെ പാർട്ടി സസ്പെൻഡ് ചെയ്തത്. പിണറായി വിജയന്റെ BJP ബന്ധം പുത്തരിയല്ലെന്നും അദ്ദേഹം 77-ൽ കൂത്തുപറമ്പിൽ പിണറായി മത്സരിച്ചത് BJP പിന്തുണയോടെയാണെന്നും സുധാകരൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളിൽ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.